ഞാൻ ജനിച്ചു വളർന്നത് മധ്യ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തോടെയാണ് തറവാട്ട് വകയായുള്ള പറമ്പും കൃഷിയും നോക്കി നടത്തേണ്ട ചുമതല എൻ്റെ ചുമലിലാവുന്നത്. അച്ഛനോടൊപ്പം നിന്ന് അത്തരം കാര്യങ്ങളിൽ എനിക്ക് അത്യാവശ്യം അറിവുമുണ്ടായിരുന്നതിനാൽ പഠനത്തോടൊപ്പം തന്നെ ഞാൻ കൃഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത്തവണ കൃഷി നല്ല രീതിയിൽ ലാഭമുണ്ടാക്കി തന്നു. എൻ്റെ ആത്മവിശ്വാസം കൂടി. ഞാൻ കൃഷി ചെയ്യൽ വികസിപ്പിച്ചു. പരമ്പരാഗതമായ രീതിയോടൊപ്പം ഞാൻ എൻ്റെ തന്നെ തോന്നൽ കുറച്ചധികം സ്ഥലത്തു കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. തറവാട്ട് വീടിന് തൊട്ടു പിന്നിൽ തെക്കേ അറ്റത്തായി കിടക്കുന്ന ഏതാണ്ട് ഒരേക്കറോളം വരുന്ന പറമ്പിലായിരുന്നു എൻ്റെ പ്രധാന പരീക്ഷണം. ആ പറമ്പിനെക്കുറിച്ച് നാട്ടുകാർക്കും പഴമക്കാർക്കും നല്ലതൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങോട്ടധികം ശ്രദ്ധ കൊടുക്കണ്ട, ചോര വീണ മണ്ണ. തറവാട്ടിലെ മുതിർന്ന കാരണവന്മാർ പലപ്പോഴും മുന്നറിയിപ്പ് തന്നിരുന്നു. പണ്ട്, അതായത് ഏതാണ്ട് 50-60 വർഷങ്ങൾക്ക് മുൻപ്, ആ പറമ്പിൽ താമസിച്ചിരുന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടി ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതാണെന്നും അവളെ ക്രൂരമായി കൊലപ്പെടുത്തി അവിടെ ഒരു വാഴച്ചുവട്ടിൽ കുഴിച്ചുമൂടിയതാണെന്നും ഒക്കെയായിരുന്നു കേട്ടുകേൾവി. അവൾ മരിക്കുമ്പോൾ ഒരു ചുവന്ന മന്ത്രക്കോടിയായിരുന്നു ഉടുത്തിരുന്നതെന്നും അവളുടെ ആത്മാവ് ഇപ്പോഴും ആ മണ്ണിലുണ്ടെന്നുമാണ് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പുതിയ കാലത്തെ ഒരു യുവാവായതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വെറും നാട്ടുമ്പുറത്തെ കെട്ടുകഥകളായി തള്ളിക്കളഞ്ഞു. ആ അവിശ്വാസത്തിനാണ് എനിക്ക് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നത്. എന്തായാലും അവിടെ ഞാൻ 800-ലധികം നേന്ത്രവാഴകൾ നട്ടുപിടിപ്പിച്ചു. കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് തന്നെ വാഴകളെല്ലാം നല്ല രീതിയിൽ തഴച്ചു വളർന്നു. മിക്കതിലും വലിയ കുലകൾ വന്നിരുന്നു. അടുത്ത ആഴ്ചയോടെ വെട്ടി ചന്തയിലെത്തിച്ചാൽ നല്ലൊരു തുക കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ കർക്കടകത്തിലെ ആ കറുത്ത രാത്രി എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞ ആ അസുര രാത്രി. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. രാവിലെ മുതൽ തന്നെ ആകാശം കറുത്തിരുണ്ട് കിടക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ ശക്തമായ കാറ്റും മഴയും തുടങ്ങി. ഗ്രാമത്തിലെ വൈദ്യുതി ബന്ധം എപ്പോഴത്തെയും പോലെ പാതി വഴിയിൽ നിലച്ചു. രാത്രിയായപ്പോഴേക്കും മഴയുടെ ശക്തി അല്പം കുറഞ്ഞു. എങ്കിലും കനത്ത കാറ്റും അന്തരീക്ഷത്തിൽ വലിയൊരു തണുപ്പും നിലനിന്നിരുന്നു. നേരം ഏതാണ്ട് 9:30 മണിയായി കാണും. ഞാൻ ഉമ്മറത്തിരുന്ന് ലാമ്പ് വെളിച്ചത്തിൽ പുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. തെക്കേ പറമ്പിലെ വാഴത്തോപ്പിലേക്ക് വെള്ളം കയറുന്ന പ്രധാനത്തോട് കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണ് മാറ്റി താഴ്ത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ കനത്ത മഴയിൽ പറമ്പിൻ്റെ വശങ്ങളിൽ നിന്നുള്ള മണ്ണും ഇലകളും ഒലിച്ചു വന്ന് ആ തോട് അടഞ്ഞിട്ടുണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. വെള്ളം കൃത്യമായി ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് വാഴകളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കടന്ന് കായീച്ചകളുടെ ആക്രമണമുണ്ടാകുകയോ വാഴകൾ ചീഞ്ഞു വീഴുകയോ ചെയ്യും. ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരാൻ പോകുന്നത്. എൻ്റെ നെഞ്ച് പിടഞ്ഞു. അമ്മേ, ഞാനൊന്ന് തെക്കേപ്പറമ്പ് വരെ പോവുകയാണ്. വാഴത്തോട്ടത്തിലെ തോടൊന്ന് നോക്കണം. വെള്ളം കെട്ടിക്കടന്നാൽ പണിയാകും. ഞാൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അടുക്കളയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അമ്മ വേഗം ഉമ്മറത്തേക്ക് ഓടി വന്നു. അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ ഇനി അങ്ങോട്ട് പോകണോ? നേരം വെളുത്തിട്ട് നോക്കാം. ഇന്ന് ചൊവ്വാഴ്ചയുമാണ്. പുറത്ത് നല്ല മഴയാണ്, അസമയവും. നീ പോവണ്ട. അമ്മ എൻ്റെ കൈകളിൽ പിടിച്ചു തടഞ്ഞു. അയ്യോ അമ്മേ, നേരം വെളുക്കുമ്പോഴേക്കും വാഴയെല്ലാം ചീഞ്ഞു പോകും. ഞാൻ വലിയൊരു ടോർച്ചും വെട്ടുകത്തിയും എടുത്ത് വേഗം പോയി വരാം. 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അമ്മയുടെ കൈകൾ പതുക്കെ മാറ്റി ഞാൻ ഉമ്മറത്തുണ്ടായിരുന്ന വലിയ 3 ബാറ്ററിയുടെ ചാർജുള്ള ടോർച്ചും മൂർച്ചയുള്ള വെട്ടുകത്തിയും എടുത്തു. പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ തണുത്ത കർക്കിടകക്കാറ്റ് എൻ്റെ മുഖത്തടിച്ചു. സാധാരണയായി രാത്രികാലങ്ങളിൽ തറവാട്ട് പറമ്പിൽ കേൾക്കാറുള്ള തവളകളുടെ അലർച്ചയോ ചീവീടുകളുടെ നിർത്താതെയുള്ള ശബ്ദമോ അന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ഭയാനകമായ നിശബ്ദത ആ പ്രദേശമാകെ വിഴുങ്ങിയിരുന്നു. എൻ്റെ ചെരുപ്പുകൾ മണ്ണിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം മാത്രമാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങിയത്. എന്തൊക്കെയോ അസ്വാഭാവികത തോന്നിയെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. വാഴത്തോട്ടത്തിൻ്റെ അതിലേക്ക് കടന്നപ്പോൾ തന്നെ വായുവിലെ തണുപ്പ് പെട്ടെന്ന് ഇരട്ടിയായതുപോലെ എനിക്ക് തോന്നി. വസ്ത്രങ്ങൾ തുളച്ചു കയറുന്ന തണുപ്പ്. ടോർച്ചിൻ്റെ ശക്തമായ വെളിച്ചം മുന്നോട്ട് പായിച്ചുകൊണ്ട് ഞാൻ വാഴകൾക്കിടയിലൂടെ നടന്നു.
വലിയ വാഴയിലകൾ കാറ്റിൽ പരസ്പരം ഉരസിയുണ്ടാകുന്ന ശബ്ദം സാധാരണമായിരുന്നില്ല. ആരോ വസ്ത്രം നിലത്ത് വലിച്ചീഴ്ച പതുക്കെ നടന്നു നീങ്ങുന്നത് പോലെയുള്ള ഒരു മർമ്മരമായിരുന്നു അത്. ഞാൻ തോടിനടുത്തേക്കെത്തി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വൻതോതിൽ ഇലകളും ചീഞ്ഞ അവശിഷ്ടങ്ങളും വന്ന് തോട് അടഞ്ഞിരിക്കുകയായിരുന്നു. വെള്ളം പുറത്തേക്ക് പോകാതെ വാഴകളുടെ ചുവട്ടിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു. ഞാൻ വേഗം വെട്ടുകത്തി നിലത്ത് വെച്ച് കൈകൾ കൊണ്ട് തോടിലെ തടസ്സങ്ങൾ മാറ്റാൻ തുടങ്ങി. കനത്ത ചെളിയും ഇലകളും മാറ്റി വെള്ളം സുഗമമായി ഒഴുക്കിവിട്ടപ്പോഴേക്കും ഞാൻ നന്നായി തളർന്നിരുന്നു. കൈകൾ കഴുകി വെട്ടുകത്തിയും എടുത്ത് ഞാൻ തിരികെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിചിത്രമായ ആ സംഭവങ്ങളുടെ തുടക്കം. തോട്ടത്തിൻ്റെ കൃത്യനടുവിലായി നിൽക്കുന്ന ഒരു വലിയ വാഴയുണ്ടായിരുന്നു. മറ്റെല്ലാ വാഴകളെക്കാളും ഉയരവും വണ്ണവുമുള്ള ഒന്നായിരുന്നു അത്. അതിൻ്റെ ഇലകൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ പച്ചപ്പും വലിപ്പവും ഉണ്ടായിരുന്നു. തിരികെ നടക്കുമ്പോൾ എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം അവിചാരിതമായി ആ വാഴയുടെ ചുവട്ടിലേക്ക് പതിഞ്ഞു. അവിടെ കണ്ട കാഴ്ച എന്നെ തറപ്പിച്ച് നിർത്തിക്കളഞ്ഞു. ആ വലിയ വാഴയുടെ ചുവട്ടിലെ മണ്ണിൽ ആരോ മഞ്ഞൾപ്പൊടിയും കടുംചുവപ്പ് നിറമുള്ള കുങ്കുമവും വിതറിയിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു ചെറിയ ചിരട്ടയിൽ തിരിയിട്ട് കത്തിച്ചതിൻ്റെ കരിപടർന്ന അവശിഷ്ടം. അതിൽ നിന്നും അപ്പോഴും നേർത്ത പുക ഉയരുന്നുണ്ടായിരുന്നു. ആരോ തൊട്ടു മുൻപ് അവിടെ ഇരുന്ന് എന്തോ പൂജ ചെയ്തതുപോലെ. എൻ്റെ ഉള്ളിൽ ആദ്യമായി ഭയം അരിച്ചു കയറി. ഈ കനത്ത മഴയുള്ള അർദ്ധരാത്രിയിൽ എൻ്റെ അനുവാദമില്ലാതെ ആരാണ് ഈ പറമ്പിൽ കയറിയത് ചെയ്തത്? നാട്ടിലെ ഏതെങ്കിലും മന്ത്രവാദികളോ അതോ ആരെങ്കിലും എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ? ഞാൻ മുന്നോട്ട് നടന്ന് ആ വാഴയുടെ ഇലകൾ വകഞ്ഞു മാറ്റി ചുറ്റും നോക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ആ അത്ഭുതം നടന്നത്. ഒരൊറ്റ ഇല പോലും അനങ്ങാത്ത വിധം കാറ്റ് പൂർണ്ണമായും നിലച്ച ആ നിമിഷത്തിൽ ആ വലിയ വാഴയുടെ ഇലകൾ മാത്രം ഭ്രാന്തമായി ആഞ്ഞുലയാൻ തുടങ്ങി. അതിശക്തമായ കാറ്റടിക്കുന്നത് പോലെ അത് ഉലഞ്ഞു. പെട്ടെന്ന് മുകളിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം എൻ്റെ വലത് കൈപ്പത്തിയിലേക്ക് ഇറ്റ് വീണു. മഴത്തുള്ളിയാവുമെന്ന് കരുതി ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം എൻ്റെ കയ്യിലേക്ക് തിരിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി വിറച്ചുപോയി. അത് മഴത്തുള്ളിയായിരുന്നില്ല, കടും ചുവപ്പ് നിറമുള്ള ചൂടുള്ള കട്ടിയുള്ള രക്തമായിരുന്നു. വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ ആ ദ്രാവകം മൂക്കിലേക്ക് അടുപ്പിച്ച് നോക്കി. വല്ലാത്തൊരു കനത്ത അറപ്പുളവാക്കുന്ന ചോരമണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അതേസമയം ചുറ്റുമുള്ള വായുവിന് പെട്ടെന്ന് വലിയൊരു മാറ്റം സംഭവിച്ചു. അന്തരീക്ഷമാകെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. കരിഞ്ഞുണങ്ങിയ പാലപ്പൂവിൻ്റെ വീശിയടിക്കുന്ന മണവും ഒപ്പം പുതിയ കോടി വസ്ത്രങ്ങൾ അലമാരിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മണവും വായുവിൽ നിറഞ്ഞു. ആ മണം എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. ആരാ അത്? ആരവിടെ ഒളിച്ചിരിക്കുന്നത്? ഞാൻ ഉറക്കെ ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം കാരണം എൻ്റെ തൊണ്ട വരണ്ടു പോവുകയും ശബ്ദം വളരെ ദീനമായി മാത്രം പുറത്തു വരികയും ചെയ്തു. മറുപടിയായി വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വളരെ നേർത്ത കിലുകിലുന്ന വളകളുടെ ശബ്ദം, ഒപ്പം കാലിലെ പാദസരത്തിൻ്റെ മനോഹരമായ കിലുക്കവും. ആ ശബ്ദം ഒരു പ്രത്യേക താളത്തിൽ എന്നിലേക്ക് അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നി. ഞാൻ ഭയത്തോടെ ടോർച്ച് ശബ്ദം കേട്ട ദിശയിലേക്ക് തിരിച്ചു. ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചം വാഴയിലകൾക്കിടയിലൂടെ അങ്ങുമിങ്ങും ചലിച്ചു. പെട്ടെന്ന് രണ്ട് വലിയ വാഴയിലകൾ ആരോ കൈകൾ കൊണ്ട് പതുക്കെ വകഞ്ഞു മാറ്റുന്നത് പോലെ ഞാൻ കണ്ടു. അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അതൊരു സ്ത്രീയായിരുന്നു. അതിസുന്ദരിയായ ഒരു യുവതി. ഒരു സാധാരണ നാടൻ പെൺകുട്ടിയുടെ വേഷം. ഒരു സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അവളുടെ നീണ്ട കറുത്ത തലമുടി പൂർണ്ണമായും അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കാറ്റിൽ ആ മുടിക്കെട്ടുകൾ പറക്കുന്നുണ്ടായിരുന്നു. ആ മുടിയിഴകൾക്കിടയിലൂടെ ഞാൻ അവളുടെ മുഖം വ്യക്തമായി കണ്ടു. ഇരുണ്ട ആ രാത്രിയിലും അവളുടെ കണ്ണുകൾ വിചിത്രമായി തിളങ്ങുന്നുണ്ടായിരുന്നു. കരിങ്കൂവളപ്പൂക്കൾ പോലെ കറുത്തിരുണ്ട വലിയ മനോഹരമായ കണ്ണുകൾ. പക്ഷേ ആ കണ്ണുകളിൽ ജീവന്റെ ഒരു അംശം പോലുമില്ലായിരുന്നു. വെളിച്ചത്തിന് പകരം അതിൽ കനൽ പോലെ ജ്വലിക്കുന്ന വെറുപ്പും ഭയാനകമായ പ്രതികാരവുമായിരുന്നു നിറഞ്ഞു വന്നിരുന്നത്. അവളുടെ ചുണ്ടുകൾ പതുക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ വെളുത്ത പല്ലുകൾക്കിടയിലൂടെ കടും ചുവപ്പ് നിറമുള്ള ചോരത്തുള്ളികൾ താഴേക്ക് ഒലിച്ചിറങ്ങി അവളുടെ താടിയിലൂടെ സാരിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി ക്രൂരമായൊന്ന് പുഞ്ചിരിച്ചു. വളരെ ദൂരെ നിന്ന പോലെ, എന്നാൽ എൻ്റെ തൊട്ടടുത്തുള്ള കാതോരത്തെന്ന പോലെ
എൻ്റെ പേര് മുഴങ്ങിക്കേട്ടു. അത് കേട്ടതും എൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. കാലുകൾക്ക് നിലത്തുറയ്ക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഭയം അതിൻ്റെ പരകോടിയിലെത്തിയ നിമിഷം ഞാൻ കയ്യിലിരുന്ന വെട്ടുകത്തിയും ടോർച്ചും നിലത്തേക്കിട്ട് തിരിഞ്ഞോടി. വീടിൻ്റെ ഉമ്മർത്ത വെളിച്ചം ലക്ഷ്യമാക്കിയാണ് ഞാൻ ഓടിയത്. എൻ്റെ ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ. ഞാൻ കതച്ചുകൊണ്ട് മുന്നോട്ട് ഓടടാ ഓട്ടം. സാധാരണയായി 2 മിനിറ്റ് കൊണ്ട് എനിക്ക് തറവാടിൻ്റെ ഉമ്മർത്ത് എത്താമായിരുന്ന വഴി കിലോമീറ്ററുകളോളം നീളുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും വാഴത്തോട്ടം തീരുന്നില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് വശങ്ങളിലേക്ക് നോക്കി. ഒരേ വലിയ വാഴകൾ, ഒരേ ചോരം മണക്കുന്ന അന്തരീക്ഷം. ഞാൻ ഓടി വീണ്ടും വീണ്ടും ആ വലിയ വാഴയുടെ ചൂട്ടിൽ തന്നെ എത്തിപ്പെടുകയായിരുന്നു. വഴിതെറ്റിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന ഏതോ ഒരു മായാവലയത്തിൽ ഞാൻ പൂർണ്ണമായും അകപ്പെട്ടിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. പിന്നിൽ ആ പാദസ്വരത്തിൻ്റെ ശബ്ദം ദൂരെയായിരുന്നില്ല, കൃത്യം എൻ്റെ തൊട്ടു പിന്നിൽ നിന്നും കേൾക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്ക്, ദൈവത്തിയോർ തന്നെ വിട്. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് വീണ്ടും ഓടി. ശ്വാസമെടുക്കാൻ കഴിയാതെ എൻ്റെ നെഞ്ച് പൊട്ടുമെന്ന അവസ്ഥയിലായി. പെട്ടെന്ന് എൻ്റെ കാൽ മണ്ണിൽ കടന്ന ഒരു പഴയ വാഴക്കുറ്റിയിൽ തട്ടി ഞാൻ ബാലൻസ് തെറ്റി കമിഴ്ന്നടിച്ച് നിലത്തേക്ക് വീണു. കഠിനമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു. എങ്കിലും ധൈര്യം സംഭരിച്ച് ഞാൻ തിരികെ നോക്കി. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഞാൻ കണ്ട കാഴ്ച ഇന്നും എൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ട്. ആ വലിയ വാഴയുടെ മുകളിലെ വലിയ ഇലകൾക്ക് മുകളിൽ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അലസമായി സാരി ഉടുത്ത ആ സ്ത്രീ രൂപം. അവൾ മുകളിൽ നിന്നും എന്നെ നോക്കി കൈകൾ മുന്നോട്ട് നീട്ടി പതുക്കെ താഴേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. അവളുടെ നീണ്ട നഖങ്ങളുള്ള കൈകൾ എൻ്റെ കഴുത്തിന് നേരെ നീണ്ടു വന്നു. അവളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട കഠിനമായ തണുത്ത ശ്വാസം എൻ്റെ മുഖത്തടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. മരണഭയത്തിൻ്റെ ആ പരകോടിയിൽ എൻ്റെ ബോധം പൂർണ്ണമായും മറയുന്നതിന് തൊട്ടു മുൻപ് ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു. എൻ്റെ തൊണ്ടയിൽ നിന്നും അവസാനമായി അമ്മ എന്നൊരു നിലവിളി ഉയർന്നു. അതിനുശേഷം ഇരുട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിറ്റേന്ന് രാവിലെ കനത്ത വെയിൽ മുഖത്തടിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. ഞാൻ കിടക്കുന്നത് തറവാട്ട് വീടിൻ്റെ തിണ്ണയിലായിരുന്നു. ചുറ്റും എൻ്റെ അമ്മയും നാട്ടുകാരും പരിഭ്രാന്തിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഞാൻ തിരികെ വരാത്തതിനെ തുടർന്ന് അമ്മ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. അവരിൽ കുറച്ചു പേർ കൂട്ടമായി പറമ്പിലേക്ക് എന്നെ തിരയാൻ ഇറങ്ങിയത്രേ. തോട്ടത്തിൻ്റെ നടുവിലുള്ള വലിയ വാഴച്ചോട്ടിൽ വസ്ത്രങ്ങളെല്ലാം ചെളിയിൽ മുങ്ങി വായിൽ നിന്ന് പതയൊലിച്ച് ബോധമില്ലാതെ കിടക്കുന്ന നിലയിലാണ് അവർ എന്നെ കണ്ടെത്തിയത്. എൻ്റെ കയ്യിലും മുഖത്തും വിചിത്രമായ രീതിയിൽ നഖങ്ങൾ കൊണ്ടോ മറ്റോ പോറിയതുപോലെയുള്ള പാടുകളുണ്ടായിരുന്നു. അവരാണ് എന്നെ തറവാട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ എത്ര തട്ടി വിളിച്ചിട്ടും ഞാൻ ഉണർന്നില്ലത്രേ. എന്തായാലും അവരോട് ഇന്നും എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഞാൻ അവരോട് നന്ദി പറഞ്ഞ് റൂമിൽ ചെന്ന് കിടന്നു. രാത്രിയിലെ ഓർമ്മകളെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ലായിരുന്നു. അമ്മ വന്ന് ആശ്വസിപ്പിച്ചെങ്കിലും എൻ്റെ മനസ്സ് നിറയെ ആ ഓർമ്മകളായിരുന്നു. ഓരോന്നോർത്തോർത്ത് അന്ന് വൈകുന്നേരത്തോടെ എനിക്ക് കടുത്ത പനി ബാധിച്ചു. സാധാരണ പനിയായിരുന്നില്ല അത്. ശരീരം മുഴുവൻ തീ പോലെ ഉരുകുകയായിരുന്നു. ഡോക്ടർമാർ വന്ന് പലവിധ മരുന്നുകൾ നൽകിയെങ്കിലും ഒന്നിനും ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതാണ്ട് ഒരാഴ്ചയോളം ഞാൻ ആശുപത്രിയിൽ മരണവുമായി ഗുസ്തി പിടിച്ചു. ബോധം ഭാഗികമായി വരുമ്പോഴൊക്കെ ഞാൻ ഭയത്തോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിലവിളിക്കുമായിരുന്നു. പിന്നീട് ദിവസങ്ങളോളം ഞാൻ ആരോടും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. എൻ്റെ കണ്ണുകളിലെ ഭയം കണ്ട് അമ്മ ഒരുപാട് കരഞ്ഞു. പനിയൽപ്പം കുറഞ്ഞതിന് ശേഷം അമ്മ നാട്ടിൽ പ്രശസ്തനായൊരു ജ്യോത്സ്യനെ വന്ന് കാണിച്ചു. അദ്ദേഹം പറമ്പ് വന്ന് കാണുകയും ലക്ഷണം നോക്കുകയും ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നത്. പണ്ട് ആ പറമ്പിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ശാന്തി കിട്ടാതെ ആ മണ്ണിൽ അലയുന്നുണ്ടത്രേ. വർഷങ്ങളായി ആരും ആ പറമ്പിൻ്റെ നടുവിലേക്ക് രാത്രികാലങ്ങളിൽ പോകാറില്ലായിരുന്നു. എന്നാൽ ഞാനവിടെ വലിയൊരു വാഴത്തോട്ടം നിർമ്മിക്കുകയും ആത്മാവ് കുടികൊണ്ടിരുന്ന മണ്ണിൽ ചെന്ന് വാഴക്കൃഷി നടത്തുകയും ആത്മാവിന് തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിലുപരി ഞാൻ അവിടെ ചെന്ന ചൊവ്വാഴ്ച രാത്രിയിലെ സമയം ആ ഇരുണ്ട ശക്തികൾക്ക് ഏറ്റവും ബലമുള്ള സമയമായിരുന്നു. അവളുടെ ക്രോധമാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒടുവിൽ വലിയ തുക ചിലവഴിച്ച് തന്ത്രിമാരെ വരുത്തി കഠിനമായ പരിഹാരക്രിയകളും പൂജകളും നടത്തിയാണ് ആ ആത്മാവിനെ അവിടെ നിന്നും ആവാഹിച്ച് മാറ്റിയത്. ആ പറമ്പ് മുഴുവൻ പുണ്യാഹം തെളിച്ച് ശുദ്ധി ചെയ്തു.
ആ സംഭവത്തിന് ശേഷം ഞാൻ ആ പറമ്പിലെ വാഴത്തോട്ടം മുഴുവനായി വെട്ടിമാറ്റി. അവിടെയുള്ള കൃഷി പൂർണ്ണമായും അവസാനിപ്പിച്ചു. പിന്നീട് ഞാൻ ആ പറമ്പിൻ്റെ തെക്കേയറ്റത്തേക്ക് പകൽ സമയത്ത് പോലും ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില രാത്രികളിൽ ജനലിന് പുറത്ത് കാറ്റിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ കരിങ്കൂവളക്കണ്ണുകളും ചോരയുടെ മണവും ഓർമ്മ വരും. ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത പലതും ഈ പ്രകൃതിയിലെ ഇരുണ്ട കോണുകളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന വലിയൊരു തിരിച്ചറിവോടെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അതൊരു കഥയല്ല, എൻ്റെ ജീവിതം എനിക്ക് തന്ന വലിയ പാഠമാണ്. ആ ഗ്രാമത്തിൽ സൂര്യനസ്തമിച്ചാൽ പിന്നെ ജനങ്ങൾ പുറത്തിറങ്ങാറില്ലായിരുന്നു. പ്രത്യേകിച്ച് കാട് പിടിച്ചു കിടക്കുന്ന ആ പഴയ പാടവരമ്പത്തിൻ്റെ വശങ്ങളിലേക്ക്. എന്തെന്നാൽ അവിടെയായിരുന്നു മാധവമംഗലം തറവാട് സ്ഥിതി ചെയ്തിരുന്നത്. ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന ആ നാലുകെട്ട് ഇന്ന് വവ്വാലുകളുടെയും കാട്ടുചെടികളുടെയും താവളമാണ്. നാട്ടുകാർ പറയും അവിടെ അകാലത്തിൽ മൺമറഞ്ഞു പോയ മാലതി എന്ന പെൺകുട്ടിയുടെ ആത്മാവ് അലഞ്ഞുതിരിയുന്നുണ്ടെന്ന്. സ്വന്തം കല്യാണ ദിവസം വധുഗൃഹത്തിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ കരിഞ്ഞു മരിക്കുകയായിരുന്നു അവൾ. അന്നു മുതൽ ആ വീട് ശാപഗ്രസ്തമായി കിടക്കുകയാണ്, ആളനക്കമില്ലാതെ. പക്ഷേ ഭദ്രന് ഈ വധ കഥകളിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അവൻ ആ ഗ്രാമത്തിലെ ഒരു കള്ളനായിരുന്നു. വലിയ പൂട്ടുപൊളിക്കാരനല്ലെങ്കിലും രാത്രിയായാൽ പറമ്പിലെ തേങ്ങ, പൂട്ടിക്കടന്ന വീടുകളിലെ ഓട്ടുപാത്രങ്ങൾ, ആരെങ്കിലും അലക്കി വെളിയിലിടുന്ന തുണികൾ, ഇതൊക്കെ അടിച്ചുമാറ്റലായിരുന്നു അവൻ്റെ പ്രധാന പണി. കിട്ടുന്നതൊക്കെ വിറ്റ് കള്ളു കുടിക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൗർണമി രാത്രിയിലായിരുന്നു ഭദ്രൻ കള്ളു കുടിച്ച് പൂസായി പാടവരമ്പത്തുകൂടി നടന്നു വന്നിരുന്നത്. കീശയിൽ കാശില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസത്തെ കുടിക്ക് എന്ത് ചെയ്യണമെന്ന ആലോചനയിലായിരുന്നു അവൻ. പെട്ടെന്നാണ് പാടത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന മാധവമംഗലം തറവാട് അവൻ്റെ കണ്ണിൽപ്പെട്ടത്. പഴയ തറവാടല്ലേ, വല്ല വെങ്കലപാത്രമോ ആഭരണങ്ങളോ കാണാതിരിക്കില്ല. നാട്ടുകാർ പേടിച്ച് കയറാത്തത് കൊണ്ട് അവിടെ ചിലപ്പോൾ നിധി തന്നെ ഉണ്ടാകും. കള്ളിൻ്റെ ലഹരിയിൽ ഭദ്രൻ മനസ്സിൽ കരുതി. അവൻ പതിയെ തറവാടിൻ്റെ മതിൽ ചാടിക്കടന്നു. കനത്ത ഇരുട്ടായിരുന്നു ചുറ്റും. തറവാടിന് ചുറ്റും പടർന്നു പിടിച്ച കാട്ടുപടർപ്പുകൾ വകഞ്ഞു മാറ്റി അവൻ ഉമ്മറത്തെത്തി. തടി കൊണ്ടുള്ള വലിയ വാതിലൊന്ന് തള്ളിയപ്പോഴേക്കും ദ്രവിച്ച പാളികൾ വലിയ ശബ്ദത്തോടെ പതിയെ തുറന്നു. ഉള്ളിൽ നിന്ന് വവ്വാലുകൾ ചിറകടിച്ച് പുറത്തേക്ക് പാഞ്ഞു. ഭദ്രൻ കയ്യിലുണ്ടായിരുന്ന ചെറിയ ടോർച്ച് ഓൺ ചെയ്ത് അകത്തേക്ക് നടന്നു. വിലപിടിപ്പുള്ളതൊന്നും സിറ്റൗട്ടിലോ ഹാളിലോ കണ്ടില്ല. അവൻ ഓരോ മുറികളിലായി പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ ചെന്നെത്തിയത് തേക്ക് തടി കൊണ്ടുള്ള വലിയ കിടപ്പുമുറിയിലേക്കാണ്. അവിടെ ഒരു പഴയ കണ്ണാടി അലമാരയുണ്ടായിരുന്നു. ഭദ്രൻ ആ അലമാരയുടെ വലിപ്പുകൾ ഓരോന്നായി വലിച്ചു തുറന്നു. പെട്ടെന്നാണ് താഴത്തെ വലിപ്പിൽ ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു വലിയ മരപ്പെട്ടി അവൻ്റെ കണ്ണിൽപ്പെട്ടത്. ഭദ്രൻ ആ പെട്ടി തുറന്നു. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് തിളങ്ങി. അതിനുള്ളിൽ ചോരച്ചുവപ്പ് നിറത്തിലുള്ള സ്വർണ്ണക്കസവുകളുള്ള ഒരു ആഡംബര പട്ടുസാരി ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പുതുമ ഒട്ടും നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു പുതിയ സാരിയുടെ അതേ മണമാണ് അതിൽ നിന്നും വന്നിരുന്നത്. ഇത് വിറ്റാൽ എനിക്കൊരു മാസത്തെ കള്ളിനുള്ള കാശ് കിട്ടും. ഭദ്രൻ സന്തോഷത്തോടെ ആ സാരി എടുത്ത് തൻ്റെ സഞ്ചിയിലാക്കി. വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ഒറ്റമുറി വീട്ടിലേക്ക് തിരിച്ചു നടന്നു. വീട്ടിലെത്തിയ അവൻ ആ ചുവന്ന പട്ടുസാരി തൻ്റെ മുറിയിലെ തുരുമ്പിച്ച ഇരുമ്പലമാരയ്ക്കുള്ളിൽ ഭദ്രമായി വെച്ച് പൂട്ടി. വാതിലടച്ച് അവൻ കട്ടിലേക്ക് കിടന്നു. കള്ളിൻ്റെ പുറത്ത് പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി അവനൊരു ഭീകരമായ സ്വപ്നം കണ്ടു. ഒരു സ്ത്രീ ചുവന്ന സാരി അണിഞ്ഞ് തൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. അവൻ്റെ മുഖം വ്യക്തമല്ല, പക്ഷേ കണ്ണുകളിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ കൈ നീട്ടി അവൻ്റെ കഴുത്തിന് നേരെ അടുത്ത് വന്നു. ഭദ്രൻ ഞെട്ടിവറിച്ച് ഉറക്കത്തിൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അയാളുടെ ശരീരമാകെ വിയർത്ത് കുളിച്ചിരുന്നു. നേരം പുലർന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സ്വപ്നം കണ്ട് പേടിച്ചതല്ലേ എന്ന് കരുതി അവൻ വീണ്ടും പുതപ്പ് പുതച്ച് കിടന്നു. പിന്നീട് ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടടുത്താണ് ഭദ്രൻ കണ്ണു തുറന്നത്. തലേ ദിവസം കുടിച്ച കള്ളിൻ്റെ ഹാങ് ഓവർ കാരണം തല നല്ലവണ്ണം ഭാരമുള്ളതുപോലെ തോന്നി. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തല തിരുമ്പുന്നതിനിടയിലാണ് ആ വല്ലാത്ത മണം മൂക്കിലേക്ക് അടിച്ചു കയറിയത്. ചീഞ്ഞൊഴുകിയ മാംസത്തിൻ്റെയോ അല്ലെങ്കിൽ ദിവസങ്ങളോളം പഴകിയ എലിയുടെയോ ഒക്കെ പോലെയുള്ള ഒരു കടുത്ത ദുർഗന്ധം.
ഇതെന്തേ നാറ്റം? വല്ല എലിയും ചത്ത് കിടക്കുന്നുണ്ടോ? ഭദ്രൻ മൂക്ക് പൊത്തിപ്പിടിച്ച് കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി. അവൻ തൻ്റെ ആ ഒറ്റമുറി വീടിൻ്റെ മൂലകളെല്ലാം പരിശോധിച്ചു. കട്ടിലടിയിൽ നോക്കി, വിറക് കൂട്ടി വെച്ചിരുന്ന വശങ്ങൾ തട്ടിപ്പൊടിച്ച് നോക്കി. ഒരിടത്തും ഒരു ചത്ത ജീവിയെ പോലും കണ്ടില്ല. പക്ഷേ റൂമിൻ്റെ വലതുമൂലയിലിരിക്കുന്ന ആ പഴയ ഇരുമ്പലമാരിയുടെ അടുത്തേക്ക് ചെല്ലും തോറും ആ ദുർഗന്ധം അസഹനീയമായി മാറുന്നുണ്ടായിരുന്നു. വായുവിലാകെ ആ മണം കട്ട പിടിച്ച് നിൽക്കുന്നത് പോലെ തോന്നി. ഭദ്രൻ പതിയെ അലമാരയ്ക്ക് മുന്നിലെത്തി. അവൻ്റെ കൈകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തലേദിവസം രാത്രി കണ്ട ആ ഭീകര സ്വപ്നവും മാലതിയുടെ തറവാടുമൊക്കെ ഒരു നിമിഷം അവൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. എങ്കിലും ധൈര്യം സംഭരിച്ച് അലമാരയുടെ താക്കോൽ തിരിച്ച് വാതിൽ സാവധാനം വലിച്ചു തുറന്നു. അലമാര തുറന്നതുംഭവിച്ച ആ കനത്ത നാറ്റം കാരണം ഭദ്രന് ഛർദ്ദിക്കാൻ വന്നു. അവൻ അലമാരയ്ക്കുള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കി. അവിടെ മറ്റു വസ്ത്രങ്ങൾക്കൊപ്പമല്ല, മറിച്ച് ഏറ്റവും മുകളിലെ തട്ടിൽ അവൻ ഇന്നലെ വെച്ച ആ ചുവന്ന പട്ടുസാരി ഇരിപ്പുണ്ടായിരുന്നു. ആ നാറ്റം വരുന്നത് കൃത്യമായി ആ സാരിയിൽ നിന്ന് തന്നെയാണ്. ഇതെന്ത് കഷ്ടമാ! ഇന്നലെ രാത്രി എടുത്തപ്പോൾ നല്ല പുതിയ തുണിയുടെ മണമായിരുന്നല്ലോ. ഇതിൽ വല്ല ചോരയോ മറ്റോ പുരട്ടുണ്ടായിരുന്നു. ഭദ്രൻ സംശയത്തോടെ കൈനീട്ടി ആ സാരി പുറത്തെടുത്തു. സാരി കയ്യിൽ തൊട്ട നിമിഷം ഭദ്രൻ ഞെട്ടിപ്പോയി. തുണിക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. ഐസ് കട്ടയിൽ തൊടുന്നത് പോലെയുള്ള ഒരു തണുപ്പ്. മാത്രമല്ല അതിൻ്റെ ഘടനയ്ക്കും എന്തോ മാറ്റം വന്നതുപോലെ. അവൻ വേഗം ആ സാരിയുടെ മടക്കകൾ നിവർത്തി കട്ടിലേക്ക് വിരിച്ചിട്ടു. അടുത്ത ക്ഷണം ഭദ്രൻ ഭയത്തോടെ 3 അടി പുറകോട്ട് മാറി. ഭയം കാരണം അവൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് മിന്നിപ്പാഞ്ഞു. ഇന്നലെ രാത്രി ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കണ്ട ആ ജ്വലിക്കുന്ന ചോരച്ചുവപ്പ് നിറമല്ലായിരുന്നു ഇപ്പോൾ ആ സാരിക്ക്. അത് പൂർണ്ണമായും കരിപിടിച്ചതുപോലെ കറുത്ത നിറമായി മാറിയിരിക്കുന്നു. വെറുമൊരു കറുപ്പല്ല, തീയിൽ വെന്തുകരിഞ്ഞ ഒരു വസ്ത്രത്തിൻ്റെ കടും കറുപ്പ് നിറം. അതിലുണ്ടായിരുന്ന സ്വർണ്ണ കസവുകളെല്ലാം ഉരുകിക്കരിഞ്ഞ് തുണിയുടെ ഉള്ളിലേക്ക് അമർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ പറ്റി? ഒരു രാത്രി കൊണ്ട് സാരി കറക്കുമോ? ഭദ്രന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ സാരിയിലേക്ക് കൂടുതൽ അടുത്ത് ചെന്നു. അപ്പോഴാണ് ആ കറുത്ത സാരിയുടെ പല ഭാഗങ്ങളിലും നനവുള്ളതായി അവൻ ശ്രദ്ധിച്ചത്. അത് വെള്ളമല്ലായിരുന്നു. കറുത്ത തുണിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കട്ട പിടിച്ച ചോരയുടെ കറകളായിരുന്നു. ആ ചോരക്കറകളിൽ നിന്നാണ് ആ റൂമാകെ ശ്വാസം മുട്ടിക്കുന്ന ആ ശവനാറ്റം പുറത്തു വരുന്നത്. ഭദ്രൻ ഭയന്ന് വിറച്ചു. ആ സാരി അവിടെ തന്നെ ഇട്ടുകൊണ്ട് അവൻ വാതിലിന് നേരെ ഓടി. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി ആളുകളെ കൊട്ടണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. എന്നാൽ അവൻ വാതിലിൻ്റെ അടുത്തെത്തുന്നതിന് തൊട്ടു മുൻപ് ആ കനത്ത തടിവാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ അടഞ്ഞു. ഭദ്രൻ ഞെട്ടിത്തെറിച്ച് പുറകോട്ട് വീണു. അവൻ വാതിലിൻ്റെ കുറ്റിയിൽ പിടിച്ച് ശക്തിയെ വലിച്ചു നോക്കി. പുറത്തുനിന്ന് ആരോ പൂട്ടിയതുപോലെ അത് അനങ്ങുന്നു പോലുമില്ലായിരുന്നു. പെട്ടെന്ന് ആ മുറിയിലെ വെളിച്ചം കുറഞ്ഞു തുടങ്ങി. പുറത്തു നല്ല ഉച്ചവെയിലുണ്ടായിരുന്നിട്ടും ജനലുകളെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നിട്ടും ഏതോ അദൃശ്യമായ ശക്തി ആ റൂമിലെ വെളിച്ചം മുഴുവൻ വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. മുറിക്കുള്ളിൽ അന്ധകാരം പടർന്നു. അതിനൊപ്പം കട്ടിലിൽ കിടന്നിരുന്ന ആ കറുത്ത സാരി തനിയെ ചലിക്കാൻ തുടങ്ങി. ഒരു ജീവനുള്ള പാമ്പിനെ പോലെ അത് കട്ടിലിൽ നിന്ന് താഴേക്ക് ഇഴഞ്ഞിറങ്ങി. വായുവിൽ ആ സാരിയുടെ മടക്കുകൾ തനിയെ നിവരുകയും ചുരുളുകയും ചെയ്തുകൊണ്ട് ഭദ്രൻ നിൽക്കുന്ന വാതിലിന് നേരെ നീങ്ങി വരാൻ തുടങ്ങി. തറയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ആ കറുത്ത പട്ടുസാരിയെ അയാൾ ഭീതിയോടെ നോക്കി നിന്നു. അത് അടുത്തു വരുമ്പോഴും ദുർഗന്ധം കൂടിക്കൂടി വരുന്നു. ശ്വാസമെടുക്കാൻ പോലും അയാൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. വാതിലിൻ്റെ പൂട്ടിൽ പിടിച്ച് ശക്തിയെ കുലുക്കിയെങ്കിലും അത് ഒരിഞ്ച് പോലും അനങ്ങിയില്ല. ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ എന്ന് ഭദ്രൻ പരമാവധി ശക്തിയിൽ വിളിച്ചു നോക്കി. പക്ഷേ ആ ശബ്ദം ആ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒടുങ്ങിപ്പോവുകയായിരുന്നു. പുറത്തേക്ക് ഒരു നേർത്ത ശബ്ദം പോലും പോകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വായുവിലുയർന്ന നൃത്തം ചെയ്തതുപോലെയുള്ള ആ കറുത്ത സാരി നേരെ ലംബമായി ഉയർന്നു. അതിനുള്ളിലേക്ക് അദൃശ്യനായ ആരോ കയറി നിൽക്കുന്നത് പോലെ സാരിക്ക് ഒരു മനുഷ്യരൂപം കൈവന്നു. സാരിയുടെ തലപ്പിൽ നിന്നും കറുത്ത പുക ഉയരാൻ തുടങ്ങി. ആ പുകയ്ക്കിടയിലൂടെ ഒരു രൂപം തെളിഞ്ഞു വന്നു. അഴിഞ്ഞു കിടക്കുന്ന നീളമുള്ള മുടിയിഴകൾ. ആ മുഖത്തിൻ്റെ പകുതി ഭാഗം തീയിൽ വെന്തുരുകി വികൃതമായിരുന്നു. ബാക്കി പകുതിയിൽ ജ്വലിക്കുന്ന കണ്ണുകൾ. ആ കണ്ണുകളിൽ നിന്ന് ചോരത്തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. അത് മാധവമംഗലം തറവാട്ടിലെ മാലതിയായിരുന്നു. മാലതി! ഭദ്രൻ്റെ നാവ് ഭയം കൊണ്ട് വഴുതിപ്പോയി. അയാൾ നിലത്തേക്ക് കുഴഞ്ഞു വീണു. കൈകൾ കൂപ്പി.
എനിക്ക് തെറ്റുപറ്റിപ്പോയി തമ്പുരാട്ടി. ഞാൻ വെറും ഒരു കള്ളനാണ്. ഇത് വിറ്റ് കാശാക്കണമെന്നേ കരുതിയുള്ളൂ. എന്നെയൊന്നും ചെയ്യരുത്. ഞാൻ ഈ സാരി ഇപ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി വെച്ചേക്കാം. ആ രൂപം ഭദ്രനെ നോക്കി ക്രൂരമായി ചിരിച്ചു. ആ ചിരി കേട്ട് മുറിയിലെ ജനൽ ചില്ലുകൾ വിറച്ചുകൊണ്ട് തകർന്നു വീണു. വെച്ചേക്കാമെന്നോ? അവളുടെ ശബ്ദം ഒരുപാട് പേർ ഒന്നിച്ച് സംസാരിക്കുന്നത് പോലെ ഭീകരമായി മുഴങ്ങി. 50 വർഷമായി ഞാൻ ആ പെട്ടിക്കുള്ളിൽ എൻ്റെ പ്രതികാരവും കാത്ത് കിടക്കുകയാണ്. എൻ്റെ കല്യാണ ദിവസം ഈ സാരി ഉടുത്ത് മണ്ഡപത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് അവരെന്നെ ആ മുറിയിലിട്ട് പൂട്ടി തീ കൊളുത്തിയത്. മാലതിയുടെ രൂപം ഭദ്രൻ്റെ അരികിലേക്ക് വായുവിലൂടെ ഒഴുകി വന്നു. അവളുടെ ശ്വാസത്തിന് പോലും ചീഞ്ഞ ശവത്തിൻ്റെ മണമായിരുന്നു. ഭദ്രൻ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. ആ സ്ത്രീ തൻ്റെ കരിഞ്ഞ കൈകൾ ഭദ്രന് നേരെ നീട്ടി. അവളുടെ നഖങ്ങൾ പെട്ടെന്ന് നീണ്ടു കൂർത്തതായി മാറി. ഭദ്രൻ ചോര തുപ്പുന്നത് പോലെ ചുമച്ചു. ആ ആത്മാവിൻ്റെ സാന്നിധ്യം കാരണം അയാളുടെ ശരീരമാകെ ചുട്ടുപൊള്ളി. കറുത്ത സാരിയുടെ അറ്റങ്ങൾ ഭദ്രൻ്റെ കാലുകളിൽ വരിഞ്ഞു മുറുക്കി. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ അയാൾ നിന്നു. മരണത്തിൻ്റെ വക്കിലെത്തിയ ഭദ്രൻ തൻ്റെ ജീവന് വേണ്ടി അവസാനമായൊരു കടുംകൈ ചെയ്യാൻ തീരുമാനിച്ചു. തൻ്റെ കട്ടിലിൻ്റെ തലയ്ക്കൽ എപ്പോഴും സൂക്ഷിക്കാറുള്ള ഒരു വലിയ തീപ്പെട്ടി ഭദ്രൻ്റെ ഓർമ്മയിൽ വന്നു. ആത്മാക്കൾക്ക് തീയെ ഭയമായിരിക്കുമെന്ന ധാരണയിൽ അവൻ കട്ടിലിന് നേരെ കൈ നീട്ടി. കഴുത്തിലും കാലുകളിലും ആ കറുത്ത പട്ടുസാരി പാമ്പുകളെ പോലെ വരിഞ്ഞു മുറുക്കുമ്പോഴും ഭദ്രൻ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് കട്ടിലിൻ്റെ തലക്കിലേക്ക് കൈനീട്ടി. ശ്വാസം കിട്ടാതെ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ബോധം മറയുന്നതിന് തൊട്ടു മുൻപ് അവൻ്റെ വിരലുകൾ ആ പഴയ തീപ്പെട്ടിയിൽ തട്ടി. അവൻ വേഗം തീപ്പെട്ടി കയ്യിലെടുത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു. ഇരുണ്ട ആ മുറിയിൽ ആ ചെറിയ തീപ്പൊരി തെളിഞ്ഞു. വായുവിൽ ഒഴുകി നിന്ന മാലതിയുടെ പ്രേതരൂപം ആ വെളിച്ചം കണ്ടപ്പോൾ അല്പം പുറകോട്ട് മാറി. ആത്മാക്കൾക്ക് അഗ്നിയെ ഭയമാണെന്ന ഭദ്രന്റെ ചിന്ത ശരിയായിരുന്നു. അയാൾ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. എന്നാൽ ആ കരിഞ്ഞ മുഖത്ത് പെട്ടെന്ന് ഭയാനകമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആ തിരിയിൽ ഭദ്രന്റെ കയ്യിലുണ്ടായിരുന്ന തീ തനിയെ അണഞ്ഞുപോയി. തീയോ? അവളുടെ ശബ്ദം മുറിയിലാകെ ആഞ്ഞടിച്ചു. തീയിലാണ് ഞാൻ ഒടുങ്ങിയത് ഭദ്ര. ആ തീയിലാണ് എൻ്റെ ഈ രൂപമുണ്ടായത്. നീ എന്നെ വീണ്ടും തീ കാട്ടി ഭയപ്പെടുത്തുകയാണ്. അടുത്ത നിമിഷം ഭദ്രൻ്റെ കയ്യിലിരുന്ന ആ തീപ്പെട്ടി വായുവിൽ തനിയെ കത്തിയമർന്നു. ഭദ്രൻ്റെ വിരലുകൾ പൊള്ളി അടർന്നു. അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. അതോടെ ആ കറുത്ത സാരി ഭദ്രൻ്റെ ശരീരമാകെ പൂർണ്ണമായി വരിഞ്ഞു മുറുക്കി. ഒരു കൂടുപോലെ അവൻ ആ തുണിക്കുള്ളിൽ പെട്ടുപോയി. സാരിയുടെ കറുത്തയിഴകൾ അവൻ്റെ മൂക്കിലേക്കും വായിലേക്കും തുളച്ചു കയറി. ആ ചീഞ്ഞ ശവനാറ്റവും ചോരയുടെ രുചിയും അവനെ ശ്വാസം മുട്ടിച്ചു. മാലതിയുടെ കരിഞ്ഞ കൈകൾ അവൻ്റെ നെഞ്ചിനു നേരെ നീണ്ടു വന്നു. അവളുടെ കൂർത്ത നഖങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. നിന്റെ ചോര കൊണ്ട് എൻ്റെ കറുത്ത സാരി വീണ്ടും ചോരച്ചുവപ്പാകും എന്ന മാലതിയുടെ ഒടുവിലത്തെ ഗർജനം മാത്രം ഭദ്രൻ കേട്ടു. പിന്നീടെല്ലാം മാറി. ഒരു പുക മാത്രം ഉയർന്നു. ആ സന്ധ്യ മയങ്ങി. പിറ്റേന്ന് രാവിലെ ഗ്രാമം ഉണർന്നത് വല്ലാത്തൊരു നിശബ്ദതയിലേക്കായിരുന്നു. ഭദ്രൻ സാധാരണയെ പുലർച്ചെ തന്നെ കവലയിലെത്താറുള്ളതാണ്. എന്നാൽ ഉച്ചയായിട്ടും അവനെ പുറത്തൊന്നും കണ്ടില്ല. മാത്രമല്ല അവൻ്റെ ഒറ്റമുറി വീടിൻ്റെ പരിസരത്തു നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ ഒത്തുകൂടി. സംശയം തോന്നിയ അവർ അടിയന്തരമായി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വീടിൻ്റെ കനത്ത തടിവാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി. അകത്തെ കാഴ്ച കണ്ട് അനുഭവസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിത്തരിച്ചു പോയി. മുറിയുടെ നടുവിലായി ഭദ്രൻ മരിച്ചു കിടക്കുകയായിരുന്നു. അവൻ്റെ ശരീരമാകെ തീപ്പൊള്ളലേറ്റതുപോലെ കരിഞ്ഞു പോയിരുന്നു. മുഖത്താകട്ടെ മരണത്തിൻ്റെ ഭീകരത നിഴലിച്ചു നിന്നിരുന്നു. എന്നാൽ ഏറ്റവും വിചിത്രമായ കാഴ്ച അതായിരുന്നില്ല. അവൻ്റെ മൃതദേഹം പൂർണ്ണമായും പൊതിഞ്ഞിരുന്നത് ചോരച്ചുവപ്പ് നിറത്തിലുള്ള സ്വർണ്ണ കസവുകളുള്ള ഒരു വലിയ പട്ടുസാരി കൊണ്ടായിരുന്നു. ആ സാരിക്ക് ഒരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. അത് പുതിയതുപോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു. കൂട്ടത്തിൽ നിന്ന ഒരു പ്രായമായ നാട്ടുകാരൻ ആ സാരി കണ്ടതും ഭയത്തോടെ വിളിച്ചു പറഞ്ഞു, ഇത് മാധവമംഗലത്തെ മാലതിയുടെ കല്യാണ സാരിയാണ്. ഇത് ഭദ്രൻ അവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. പോലീസുകാർ മഹസർ തയ്യാറാക്കി ആ സാരി ഭദ്രൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ സാരി മാറ്റിയ നിമിഷം അത് പോലീസുകാരുടെ കയ്യിലിരുന്ന് തനിയെ കരിഞ്ഞ ചാരമായി മാറി. വെറും നിമിഷങ്ങൾക്കുള്ളിൽ ആ ചോരച്ചുവപ്പ് സാരിയുടെ ഒരൊറ്റ നൂൽ പോലും ബാക്കിയില്ലാതെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോയി.
ബദറിന്റെ മരണം ആ ഗ്രാമത്തെ മുഴുവൻ നടുക്കി. അവൻ എങ്ങനെ മരിച്ചെന്നോ ആ സാരി എങ്ങനെ വന്നെന്നോ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരു കള്ളന്റെ ദുരാഗ്രഹത്തിന് ലഭിച്ച ഭീകരമായ ശിക്ഷയായിരുന്നു അത്. ഈ സംഭവത്തിന് ശേഷം മാധവമംഗലം തറവാട്ടിന്റെ ഭാഗത്തേക്ക് പകൽ സമയത്ത് പോലും പോകാൻ ആ ഗ്രാമത്തിലെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ഇന്നും ആ വഴി പോകുന്നവർ പറയും, പൗർണമി രാത്രിക്ക് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആ തറവാടിന്റെ ജനലിലൂടെ നോക്കിയാൽ ചുവന്ന പട്ടുസാരി അണിഞ്ഞ ഒരു പെൺകുട്ടി നിഴൽ പോലെ നിൽക്കുന്നത് കാണാമെന്ന്. ഞാനും എൻ്റെ 3 അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അന്നെല്ലാവരും 20 വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാരായിരുന്നു. യാത്രയുടെ ഉദ്ദേശം പ്രത്യേകിച്ച് വിനോദമോ തീർത്ഥാടനമോ അല്ലായിരുന്നു. ചെറിയൊരു വ്യക്തിപരമായ ആവശ്യത്തിനായി പോകേണ്ടി വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു. ബസ്സിനുള്ളിൽ പാട്ടുകൾ കേട്ടും പുറത്തുള്ള കാഴ്ചകൾ നോക്കിയും സമയം കടന്നുപോയി. അങ്ങനെ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. പുറത്തുള്ള കാഴ്ചകളും റോഡുകളുമെല്ലാം മാറി തുടങ്ങി. ചുറ്റും മലകളും മരങ്ങളും നീണ്ടുകിടക്കുന്ന പാടങ്ങളും കണ്ടപ്പോൾ യാത്രയ്ക്കൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നി. വൈകുന്നേരം അടുക്കുംതോറും ബസ് ഒരു റോഡിനരികിലെ ചെറിയ ഹോട്ടലിന് മുന്നിൽ നിർത്തി. യാത്രക്കാർക്ക് ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാനുമായി കുറച്ച് സമയം അനുവദിച്ചു. ബസ് നിർത്തിയുടൻ എൻ്റെ 3 സുഹൃത്തുക്കളും സിഗരറ്റ് വലിക്കാനായി ഹോട്ടലിൻ്റെ പിന്നിലേക്ക് നടന്നു. എനിക്കാദ്യം ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നതിനാൽ ഞാൻ നേരെ അതിലേക്ക് നടന്നു. ആ ഹോട്ടലിൻ്റെ പിന്നിലായി പഴക്കം ചെന്ന ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിലായിരുന്നു ബാത്റൂം. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ആ സ്ഥലം ആളൊഴിഞ്ഞതുപോലെ തോന്നി. മതിലുകളിലെ പെയിന്റ് പൊളിഞ്ഞിരുന്നു. മേൽക്കൂരയുടെ അരികുകളിൽ പച്ചപ്പായലും മഴവെള്ളത്തിൻ്റെ അടയാളങ്ങളും കാണാമായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഒരു തണുത്ത ഈർപ്പമുള്ള വായു മുഖത്ത് തട്ടി. അകത്താരെയും കണ്ടില്ല. എങ്കിലും എന്തോ അസ്വാഭാവികമായ ഒരു തോന്നൽ മനസ്സിലുടനെ വന്നു. ഞാൻ മാത്രമല്ല, മറ്റാരോ അവിടെ നിൽക്കുന്നുണ്ടെന്നൊരു വിചിത്രമായ തോന്നൽ. ആദ്യം അതെല്ലാം എൻ്റെ തോന്നൽ മാത്രമാണെന്ന് കരുതി. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അടുത്തുള്ള മറ്റൊരു ക്യൂബിക്കിളിൽ ആരോ പതുക്കെ നടക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. അത് വ്യക്തമായ കാൽച്ചുവടുകളുടെ ശബ്ദമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ച് കേട്ടു നിന്നു. ശബ്ദം വീണ്ടും കേട്ടു. അതിന് പിന്നാലെ ആരോ ഫ്ലഷ് അടിക്കുന്നത് പോലെയുള്ള ശബ്ദവും മുഴങ്ങി. അകത്താരെങ്കിലും ഉണ്ടാകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എല്ലാം തുറന്നു കിടക്കുകയായിരുന്നു. വാതിലുകളൊന്നും അടഞ്ഞിരുന്നില്ല. ആരും അകത്ത് കയറിയതും കണ്ടില്ല. ശരീരത്തിലൂടെ ഒരു തണുപ്പ് ഓടിക്കയറി. അകത്തെ വായു പെട്ടെന്ന് ഭാരമുള്ളതുപോലെ തോന്നി. ആരോ എൻ്റെ പിന്നിൽ നിന്ന് നോക്കി നിൽക്കുന്നത് പോലെയുള്ള ശക്തമായ അനുഭവം ഉണ്ടായി. തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സ് തയ്യാറായില്ല. എന്തോ അപകടകരമായ ഒന്നിൻ്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് ഉള്ളിൽ നിന്നാരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയായിരുന്നു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഞാൻ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയിട്ടും മനസ്സ് സാധാരണ നിലയിലായില്ല. ഹോട്ടലിന് മുന്നിൽ നിന്നുകൊണ്ട് ശ്വാസം ശരിയാക്കാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് സിഗരറ്റ് വലിച്ചുകൊണ്ട് എൻ്റെ 3 സുഹൃത്തുക്കളും തിരികെ വന്നു. ഞാൻ അനുഭവിച്ചതൊന്നും അവരോട് പറയാൻ നിന്നില്ല. കാരണം അവരത് കേട്ട് കളിയാക്കുമെന്നായിരുന്നു എൻ്റെ ധാരണ. അതിനിടയിൽ അവർക്കും ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടായി. അവർ 3 പേരും ചിരിച്ചും തമാശ പറഞ്ഞും അതേ ബാത്റൂമിലേക്ക് നടന്നു. അവർ അകത്ത് കയറി 1 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. പെട്ടെന്ന് 3 പേരും ഒരുമിച്ച് ഓടിയിറങ്ങി. അവരുടെ മുഖത്ത് ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. നിറം മങ്ങിയിരുന്നു. കണ്ണുകളിൽ വ്യക്തമായ ഭയം കാണാമായിരുന്നു. അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പുറത്തേക്ക് വന്നത്. എന്തോ അവിടെ ഉണ്ടെന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. ആദ്യം ഞാൻ ഒന്നും ചോദിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവർക്ക് അകത്തെന്തോ ശരിയല്ലെന്ന് തോന്നിയെന്നും ആരുമില്ലാത്ത സ്ഥലത്ത് ആരോ നടക്കുന്നത് പോലെയും എന്തോ ചലിക്കുന്നത് പോലെയും അനുഭവപ്പെട്ടുവെന്നും മാത്രം പറഞ്ഞു. അവർ മുഴുവൻ വിവരിച്ചില്ല. എന്നാൽ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ നേരത്തെ അനുഭവിച്ചതുപോലെ തന്നെയായിരുന്നു അവർക്കും സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എല്ലാവരും വീണ്ടും ബസ്സിൽ കയറി. യാത്ര തുടർന്നു. സാധാരണയായി യാത്രയിൽ എല്ലാവരും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നവരായിരുന്നു. പക്ഷേ ആ സംഭവത്തിനു ശേഷം ഞങ്ങൾ 4 പേരും അസാധാരണമായി നിശബ്ദരായി. ആരും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല. എങ്കിലും ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ചോദ്യം തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു. ആ ബാത്റൂമിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? രാത്രി എടുക്കുമ്പോൾ പുറത്തുള്ള കാലാവസ്ഥ മാറി തുടങ്ങി. ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ നിറഞ്ഞു. ഇടയ്ക്കിടെ മിന്നലിൻ്റെ പ്രകാശം ദൂരെയായി തെളിഞ്ഞു.
ചെറിയ ചാറ്റൽ മഴയും തുടങ്ങി. ബസ് നീണ്ട വനപ്രദേശങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ നിഴലുകൾ ഇരുട്ടിൽ വിചിത്ര രൂപങ്ങളായി തോന്നി. മനസ്സിൽ ഒരു അസ്വസ്ഥത വളർന്നുകൊണ്ടിരുന്നു. അന്നത്തെ രാത്രിയിൽ ഇനിയും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന ഒരു വ്യക്തമല്ലാത്ത ഭയം ഉള്ളിൽ ശക്തമാവുകയായിരുന്നു. രാത്രി കൂടുതൽ കനത്തു. ബസ്സിനുള്ളിലെ മിക്ക യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും ഒഴികെ ആരും സംസാരിക്കുന്നില്ലായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങളും അടഞ്ഞു കിടക്കുന്ന കടകളും മാത്രം കാണാമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റോഡ് പൂർണ്ണമായും വനപ്രദേശത്തിലേക്ക് പ്രവേശിച്ചു. ഇരുവശവും ഉയരമുള്ള മരങ്ങൾ മാത്രം. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം പതിക്കുന്ന ഭാഗമൊഴികെ മറ്റെല്ലാം കട്ട ഇരുട്ടിലായിരുന്നു. ചാറ്റൽ മഴ ഇപ്പോഴും അവസാനിച്ചിരുന്നില്ല. മഴത്തുള്ളികൾ ബസ്സിൻ്റെ ചില്ലിൽ പതിക്കുന്ന ശബ്ദം മാത്രം ഇടപെടാതെ കേൾക്കാമായിരുന്നു. അകത്തിരുന്നിരുന്ന എനിക്ക് ഒരു കാരണവുമില്ലാതെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. വൈകുന്നേരം ബാത്റൂമിലുണ്ടായ അനുഭവം മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. ഏകദേശം അർദ്ധരാത്രിയോടടുത്തപ്പോൾ ബസ് പെട്ടെന്ന് വേഗം കുറച്ചു. റോഡിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തി. ഡ്രൈവർക്ക് കുറച്ചു നേരം വിശ്രമിക്കാനാണെന്ന് കണ്ടക്ടർ പറഞ്ഞു. ബസ് നിന്ന സ്ഥലം നോക്കിയപ്പോൾ ചുറ്റും വീടുകളോ കടകളോ വെളിച്ചമോ ഒന്നും ഉണ്ടായിരുന്നില്ല. റോഡിൻ്റെ ഒരു വശത്ത് കനത്ത കാടും മറുവശത്ത് ഇറക്കമുള്ള കുറ്റിച്ചെടികളും മാത്രമായിരുന്നു. ദൂരെയെങ്കും മനുഷ്യ സാന്നിധ്യം തോന്നുന്ന ഒന്നും കാണാനില്ല. മഴ കാരണം മണ്ണിൻ്റെ മണം വായുവിൽ നിറഞ്ഞിരുന്നു. ആ സ്ഥലം കണ്ട നിമിഷം തന്നെ അവിടെ കൂടുതൽ നേരം നിൽക്കാൻ പാടില്ലെന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. എൻ്റെ 3 സുഹൃത്തുക്കളും വീണ്ടും സിഗരറ്റ് വലിക്കാൻ തീരുമാനിച്ചു. ഇത്തവണ അവർ റോഡിൻ്റെ അരികിലൂടെ കാട്ടിനുള്ളിലേക്ക് നടന്നു. ഞാൻ അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. ഞാൻ ബസ്സിൻ്റെ അടുത്ത് തന്നെ നിന്നു. അവർ കുറച്ചു ദൂരം മാത്രം പോകുമെന്നും ഉടൻ തിരികെ വരുമെന്നും കരുതി ഞാൻ ബസ്സിൻ്റെ അടുത്ത് തന്നെ നിന്നു. അവർ മഴ നനഞ്ഞ മണ്ണിലൂടെ നടന്നു പോകുന്നത് ഞാൻ നോക്കി നിന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവരുടെ രൂപങ്ങൾ ഇരുട്ടിൽ അലിഞ്ഞുപോയി. പിന്നീട് ഇടയ്ക്കിടെ സിഗരറ്റിൻ്റെ തീപ്പൊരി മാത്രം ചെറിയ ചുവന്ന പൊട്ട് പോലെ കാണാനായി. അതും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. ഞാൻ ബസ്സിൻ്റെ വാതിലിനരികിൽ നിന്നുകൊണ്ട് അവരെ കാത്തു. ആദ്യം 5 മിനിറ്റ് കഴിഞ്ഞു, പിന്നെ 10 മിനിറ്റ്. അതിനുശേഷവും അവർ തിരിച്ചു വന്നില്ല. സാധാരണ ഇത്രയും സമയം എടുക്കാറില്ലായിരുന്നു. മഴ ചെറുതായി കൂടിത്തുടങ്ങി. കാറ്റ് മരങ്ങളിലൂടെ വീശുമ്പോൾ ശാഖകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആ ശബ്ദം പോലും ആ സമയത്ത് അസ്വാഭാവികമായി തോന്നി. ഞാൻ പലതവണ അവർ പോയ ഭാഗത്തേക്ക് നോക്കി, പക്ഷേ ആരെയും കാണാനില്ല. മനസ്സിൽ അസ്വസ്ഥത കൂടിയപ്പോൾ ഞാൻ അവരുടെ പേരുകൾ ഉറക്കെ വിളിച്ചു. ശബ്ദം കാട്ടിലേക്ക് കയറി മറഞ്ഞു. മറുപടിയൊന്നും ഉണ്ടായില്ല. വീണ്ടും കുറച്ചുച്ചത്തിൽ വിളിച്ചു. അതിനും പ്രതികരണമുണ്ടായിരുന്നില്ല. ആ നിമിഷം നെഞ്ചിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു കയറി. എന്തോ ശരിയല്ലെന്ന് ഉറപ്പായി. ഞാൻ ബസ്സിനുള്ളിലേക്ക് കയറി കണ്ടക്ടറോട് വിവരം പറഞ്ഞു. ആദ്യം അവർ തമാശയാണെന്ന് കരുതി. സമയം കുറച്ച് അധികമായിട്ടും അവരെ കാണാത്തതും എൻ്റെ പരിഭ്രമവും കണ്ടപ്പോൾ ഡ്രൈവറും മറ്റ് യാത്രക്കാരിൽ ചിലരും പുറത്തിറങ്ങി. എല്ലാവരും ടോർച്ചുകളെടുത്തു. കുറച്ച് പേർ ചേർന്ന് കാട്ടിലേക്ക് നടന്നു. ഞാനും അവരുടെ കൂടെ പോയി. മഴ നനഞ്ഞതിനാൽ മണ്ണ് വഴുക്കലായിരുന്നു. കാലുകൾ പലതവണ തെന്നിപ്പോയി. ടോർച്ചിൻ്റെ വെളിച്ചം വീഴുന്ന ഭാഗം ഒഴികെ ചുറ്റുമൊന്നും കാണാനായില്ല. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ മണ്ണിൽ ഓടിയതുപോലെയുള്ള കാൽപ്പാടുകൾ കണ്ടു. ഒരു ദിശയിലല്ല, പല ഭാഗത്തേക്കും ചിതറിയ നിലയിലായിരുന്നു അവ. ഒരാൾ പേടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടോടിയാലുണ്ടാകുന്നത് പോലെയുള്ള അടയാളങ്ങൾ. ആ കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. അതിനിടയിൽ കുറച്ചകലെ കുറ്റിച്ചെടികൾക്കിടയിൽ ഒരാൾ കിടക്കുന്നത് പോലെ തോന്നി. ടോർച്ചിൻ്റെ വെളിച്ചം പിടിച്ചപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അവൻ ബോധമില്ലാതെ കിടക്കുകയാണ്. മുഖം മുഴുവൻ ചെളിയും മഴവെള്ളവും കലർന്നിരുന്നു. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരു യാത്രക്കാരൻ കുറച്ചകലെയായി രണ്ടാമത്തെ സുഹൃത്തിനെ കണ്ടെത്തി. അവനും അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയായിരുന്നു. രണ്ടുപേരെയും എടുത്തു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മൂന്നാമത്തെ സുഹൃത്തും മറ്റൊരു മരത്തിൻ്റെ ചുവട്ടിൽ ബോധരഹിതനായി കിടക്കുന്നത് കണ്ടെത്തി. 3 പേരും തമ്മിൽ കുറച്ച് അകലത്തിലായിരുന്നെങ്കിലും ഒരേ ഭാഗത്തായിരുന്നു വീണ് കിടന്നത്. അവരുടെ മുഖം കണ്ട നിമിഷം തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. ഉറക്കത്തിൽ കിടക്കുന്ന ആളുകളുടെ മുഖമല്ലായിരുന്നു അത്. അതിരൂക്ഷമായ ഭയം മനസ്സിൽ പതിഞ്ഞ അവസ്ഥയിൽ ബോധം നഷ്ടപ്പെട്ടവരുടെ മുഖമായിരുന്നു. കണ്ണുകൾ പകുതി തുറന്ന നിലയിലും ശ്വാസഗതി വേഗത്തിലുമായിരുന്നു. ശരീരം മുഴുവൻ നല്ല രീതിയിൽ തണുത്തിട്ടുമുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അവരെ റോഡിലേക്ക് കൊണ്ടുവന്നു. ബസ്സിനുള്ളിൽ കടത്തി.
കുറച്ച് സമയത്തിന് ശേഷം ഒരാൾ കണ്ണു തുറന്നെങ്കിലും ചുറ്റും ആരുണ്ടെന്ന് പോലും തിരിച്ചറിയുന്നില്ലായിരുന്നു അവൻ. അവൻ്റെ കണ്ണുകൾ ബസ്സിൻ്റെ പിന്നിലേക്കും ജനലിൻ്റെ പുറത്തേക്കും വീണ്ടും വീണ്ടും പോകുന്നുണ്ടായിരുന്നു. ആരോ പിന്തുടരുന്നുവെന്ന ഭയത്തോടെ വിറയ്ക്കുകയായിരുന്നു. മറ്റുള്ള രണ്ടുപേരും ബോധം വീണ്ടെടുത്തില്ല. ഉടൻ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകാൻ ഡ്രൈവർ തീരുമാനിച്ചു. ബസ് അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ആശുപത്രിയിലെത്തുന്നത് വരെ 3 പേരുടെയും അവസ്ഥ മാറിയില്ല. ഇടയ്ക്കിടെ അവർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നത് പോലെ ശരീരം വലിച്ചഴയ്ക്കുകയും കൈകാലുകൾ അനിയന്ത്രിതമായി ചലിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വായിൽ നിന്ന് വ്യക്തമായ ഒരു വാക്ക് പോലും പുറത്തു വന്നില്ല. അവരുടെ മുഖത്ത് ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മരണത്തേക്കാൾ ഭയാനകമായ എന്തോ കണ്ട മനുഷ്യരുടെ മുഖത്ത് മാത്രം കാണുന്ന തരത്തിലുള്ള ഭയമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഡോക്ടർമാർ ആവശ്യമായ ചികിത്സ ആരംഭിച്ചു. ശരീരത്തിന് ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാനസികമായി അവർ കടുത്ത ആഘാതത്തിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ആ രാത്രി മുഴുവൻ എനിക്ക് ആശുപത്രിയുടെ വരാന്തയിൽ ഇരിക്കേണ്ടി വന്നു. കണ്ണടച്ചാൽ പോലും കാട്ടിലെ ഇരുട്ടും മഴയും അവരെ കണ്ടെത്തിയ നിമിഷവും മാത്രമാണ് മനസ്സിൽ തെളിയുന്നത്. അതിലും കൂടുതൽ അലട്ടിയത് ഒരേ ഒരു ചോദ്യമായിരുന്നു. അവർ കാടിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് കണ്ടത്? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദ്യ രാത്രി തന്നെ 3 പേരുടെയും അവസ്ഥ കണ്ടപ്പോൾ സാധാരണ ഒരു പേടി കൊണ്ടോ ക്ഷീണം കൊണ്ടോ സംഭവിച്ചതല്ല ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഡോക്ടർമാർ ശരീരപരമായ പരിശോധനകൾ നടത്തി. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പരിശോധിച്ചു. ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓടുന്നതിനിടയിൽ മരക്കൊമ്പുകളിലും മുള്ളുകളിലും തട്ടിയ ചെറിയ പോറലുകളും കാലുകളിൽ ചെളിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ മാനസികാവസ്ഥ തീർത്തും അസ്വാഭാവികമായിരുന്നു. ഇടയ്ക്കിടെ കണ്ണുകൾ തുറന്ന് ചുറ്റും ഭയത്തോടെ നോക്കുകയും പിന്നെ വീണ്ടും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുകയായിരുന്നു. ആരെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലും അവർ ശരീരം വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ കാണുന്നത് ആശുപത്രിയിലെ ആളുകളെയല്ല, മറ്റെന്തോ ഭയപ്പെടുത്തുന്ന ഒന്നിനെയാണെന്ന തോന്നലായിരുന്നു. ഞാൻ ആശുപത്രി വരാന്തയിൽ ഇരുന്നുകൊണ്ട് സംഭവിച്ചതെല്ലാം വീണ്ടും വീണ്ടും ഓർത്തു. വൈകുന്നേരം ആ പഴയ ബാത്റൂമിൽ എനിക്ക് അനുഭവപ്പെട്ട അസ്വാഭാവിക സാന്നിധ്യവും പിന്നീട് സുഹൃത്തുക്കൾ അതേ സ്ഥലത്ത് കയറി ഭയന്ന് പുറത്തേക്കോടിയതും രാത്രിയിൽ കാടിനുള്ളിൽ അവർ കാണാതായതും എല്ലാം ഒന്നൊന്നായി മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നു. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടോ എന്ന ചിന്ത മനസ്സിൽ ശക്തമായി. ഒരു യാദൃശിക സംഭവം മാത്രമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൻ്റെ ആഴത്തിൽ അതിനെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ 3 പേരും ബോധം വീണ്ടെടുത്തു. പക്ഷേ അവർ ആരെയും ശരിയായി തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ മുറിയുടെ വാതിലിലേക്കും ജനലിലേക്കും നോക്കി പേടിക്കുന്നത് പോലെ പെരുമാറി. രാത്രിയായാൽ അവരുടെ അവസ്ഥ കൂടുതൽ മോശമാകുമായിരുന്നു. ഉറക്കത്തിനിടയിൽ ഞെട്ടിയുണരുകയും ശരീരം മുഴുവൻ വിയർക്കുകയും ശ്വാസം വേഗത്തിലാകുകയും ചെയ്തു. ആശുപത്രിയിലെ ജീവനക്കാർക്ക് പോലും അവരുടെ പെരുമാറ്റം വിചിത്രമായി തോന്നി. പലതവണ അവർ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. ആരോ പിന്നാലെയുണ്ടെന്ന രീതിയിൽ ഭയന്ന് പിന്നിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ആ ശ്രമങ്ങൾ. 2 ദിവസം മുഴുവൻ ഇതേ അവസ്ഥ തുടർന്നു. ഡോക്ടർമാർക്ക് ശരീരപരമായി വലിയ പ്രശ്നമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ വിശ്രമം നിർദ്ദേശിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്തു. എല്ലാവരുടെയും വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാനും വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അതിനുശേഷം പഴയ പോലെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം ആ കാട്ടിലെ ഇരുട്ട് മനസ്സിൽ തെളിയും. ബാത്റൂമിൽ കേട്ട കാൽച്ചുവടുകളും ഫ്ലാഷിൻ്റെ ശബ്ദവും വീണ്ടും വീണ്ടും ഓർമ്മ വരും. ചില രാത്രികളിൽ മുറിയിൽ മറ്റാരോ നിൽക്കുന്നത് പോലെ തോന്നി ഞാൻ ഞെട്ടി ഉണരും. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയാൽ ആരെയും കാണാൻ സാധിക്കില്ല. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിലെ ഭയം മാത്രം അതേ രീതിയിൽ അവശേഷിച്ചു. അതിനുശേഷം പലതവണ ഞാൻ ആ 3 സുഹൃത്തുക്കളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആദ്യ ദിവസങ്ങളിൽ അവർ ആരോടും സംസാരിക്കാൻ തയ്യാറായില്ല. വീട്ടുകാർ പറയുന്നതനുസരിച്ച് അവർ വളരെ നിശബ്ദരായിരുന്നു. രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങില്ല. ചെറിയ ശബ്ദം കേട്ടാലും ഞെട്ടിപ്പോകും. വീട്ടിൽ നിന്നും അധികം പുറത്തേക്ക് പോകാതെയായി. മുൻപ് എപ്പോഴും ഒരുമിച്ച് നടക്കുന്നവരായിരുന്ന അവർ ഓരോരുത്തരും ഓരോ ലോകത്തേക്ക് മാറിപ്പോയതുപോലെയായിരുന്നു. അവരുടെ വീട്ടുകാർക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷവും അവർ ആ രാത്രിയെക്കുറിച്ചൊരു വാക്ക് പോലും പറയാൻ തയ്യാറായിരുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. ആ സംഭവത്തിൻ്റെ സത്യം അറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നി.
ഒടുവിൽ ഒരു ദിവസം ഞാൻ അവരെ നേരിൽ കാണാൻ തീരുമാനിച്ചു. ആദ്യം ഒരാളുടെ വീട്ടിലെത്തി. പിന്നീട് ബാക്കിയുള്ള 2 പേരും അവിടെ എത്തി. 3 പേരുടെയും മുഖം മാറിയിരുന്നു. 2 ആഴ്ച കൊണ്ട് തന്നെ മാസങ്ങളോളം രോഗമനുഭവിച്ച ആളുകളെ പോലെയായിരുന്നു അവർ. കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. സംസാരിക്കാനുള്ള താല്പര്യം പോലുമില്ലായിരുന്നു. കുറച്ചു നേരം ആരുമൊന്നും പറയാതെയിരുന്നു. അവസാനം ഞാൻ ആ രാത്രിയിൽ കാട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. ആദ്യം അവർ തലതാഴ്ത്തി നിശബ്ദരായിരുന്നു. പിന്നെ 3 പേരും പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവർ ഒരേ അനുഭവം പങ്കിട്ടവരാണെന്ന് വ്യക്തമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ സംഭവിച്ചത് പറയാൻ തുടങ്ങി. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു കയറി. അവർ കാടിനുള്ളിലേക്ക് നടന്ന് കുറച്ചു ദൂരം പോയ ശേഷം സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നു. മഴ ചെറുതായി പെയ്യുകയായിരുന്നു. ആദ്യമെല്ലാം സാധാരണമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ ശക്തമായൊരു തോന്നലുണ്ടായി. തിരികെ നോക്കിയപ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു രൂപം നിൽക്കുന്നതായി കണ്ടു. അതൊരു മനുഷ്യനെ പോലെയായിരുന്നുവെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല. മഴയും ഇരുട്ടും കാരണം മുഖം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ രൂപം അവരെ നോക്കി നിൽക്കുകയാണെന്ന് അവർക്ക് വ്യക്തമായി തോന്നി. ആദ്യം അത് മറ്റേതെങ്കിലും യാത്രക്കാരനായിരിക്കുമെന്ന് കരുതി. പക്ഷേ അടുത്ത നിമിഷം അത് മനുഷ്യനസാധ്യമായ വേഗത്തിൽ അവരുടെ ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങി. നടക്കുന്നത് പോലെയായിരുന്നില്ല അത്. നിലത്ത് കാലുകൾ ഉറച്ചു വെക്കാതെ തെന്നിവരുന്നത് പോലെയായിരുന്നു. അത് കണ്ട നിമിഷം 3 പേരും ഒരുമിച്ച് ഓടാൻ തുടങ്ങി. പിന്നിലേക്ക് തിരികെ നോക്കുമ്പോഴെല്ലാം ആ രൂപം അതേ അകലത്തിൽ തന്നെ പിന്നാലെ ഉണ്ടായിരുന്നു. എത്ര വേഗത്തിൽ ഓടിയാലും അത് പിന്നിലാകുന്നില്ലായിരുന്നു. ഏറ്റവും ഭയപ്പെടുത്തിയത് അതിനുശേഷമാണ് സംഭവിച്ചത്. അവർ നേരെ മുന്നോട്ട് മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നത്. എന്നിട്ടും കുറച്ച് സമയത്തിന് ശേഷം അവർ വീണ്ടും അതേ മരങ്ങളുടെ അടുത്ത് തന്നെ എത്തി. വീണ്ടും ദിശ മാറ്റി ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ. എത്ര ദൂരം ഓടിയാലും അവർ അതേ ഭാഗത്തേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. കാട് അവരെ പുറത്തേക്ക് വിടാതെ ഒരേ വട്ടത്തിൽ ചുറ്റിക്കുന്നത് പോലെ തോന്നി. അവരുടെ ശ്വാസം മുട്ടി. കാലുകൾ തളർന്നു. പക്ഷേ നിൽക്കാൻ ധൈര്യമുണ്ടായില്ല. കാരണം ഓരോ തവണയും പിന്നിലേക്ക് നോക്കുമ്പോൾ ആ രൂപം കൂടുതൽ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവർ ഓടാനാകാതെ വന്ന നിമിഷത്തിൽ ആ രൂപം അവരുടെ തൊട്ടുമുന്നിൽ എത്തി നിന്നു. അതിൻ്റെ മുഖം ഇപ്പോഴും വ്യക്തമായിരുന്നില്ല. പക്ഷേ മനുഷ്യൻ്റേതല്ലാത്ത കണ്ണുകൾ മാത്രം ഇരുട്ടിൽ തെളിഞ്ഞു നിന്നിരുന്നതായി 3 പേരും ഒരേ രീതിയിൽ പറഞ്ഞു. ആ കാഴ്ച കണ്ട നിമിഷം തന്നെ അവരുടെ ശരീരം മരവിച്ചു. അടുത്ത നിമിഷം അവർക്കൊന്നും ഓർമ്മയില്ല. വീണ്ടും കണ്ണു തുറന്നപ്പോൾ ആശുപത്രിയിലായിരുന്നു. അവർ പറഞ്ഞത് കേട്ട ശേഷം കുറച്ചു നേരം എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. 3 പേരും പറഞ്ഞ കാര്യങ്ങൾ ഒരേ ക്രമത്തിലും ഒരേ രീതിയിലുമായിരുന്നു. ഓരോരുത്തരെയും വെവ്വേറെ ചോദിച്ചാലും മറുപടി മാറിയില്ല. അവർ ആരും കഥ കെട്ടിച്ചമച്ചതുപോലെ തോന്നിയില്ല. മറിച്ച് ആ രാത്രിയിലെ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നവരെ പോലെയായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഓരോ നിമിഷവും. അവരുടെ മുഖത്ത് അതേ ഭയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞത് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നെങ്കിലും അവരുടെ കണ്ണുകളിലെ ഭയം കള്ളമല്ലെന്ന് എനിക്ക് വ്യക്തമായി തോന്നി. ആ ദിവസത്തിന് ശേഷം എനിക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം ഞങ്ങൾ നിർത്തിയ ആ ഹോട്ടലിലെ ബാത്റൂമിലുണ്ടായ അനുഭവത്തിനും രാത്രി കാട്ടിൽ നടന്ന സംഭവത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ അസ്വാഭാവിക അനുഭവം എനിക്കുണ്ടായത് അവിടെയായിരുന്നു. അതേ അനുഭവം പിന്നീട് എൻ്റെ 3 സുഹൃത്തുക്കൾക്കും ഉണ്ടായി. അതിനുശേഷമാണ് അവർക്ക് കാട്ടിൽ ആ രൂപത്തെ കാണേണ്ടി വന്നത്. ഞാൻ ബാത്റൂമിൽ നിന്ന് പേടിച്ച് പുറത്തു വന്നപ്പോൾ അവർ അകത്തേക്ക് പോകില്ലായിരുന്നെങ്കിൽ ആ രാത്രി സംഭവിച്ചതെല്ലാം ഒഴിവാക്കാനാകുമായിരുന്നോ എന്ന ചോദ്യം ഇന്നും എൻ്റെ മനസ്സിൽ ബാക്കിയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ചിലരോട് അന്വേഷിക്കുവാൻ ഞാൻ ശ്രമിച്ചു. ആ ഹോട്ടലിൽ സ്ഥിരമായി വരുന്ന ഒരു ലോറി ഡ്രൈവറിലൂടെ ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. വർഷങ്ങളായി ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ രാത്രി സമയത്ത് ആ ഭാഗത്ത് അധിക നേരം നിൽക്കാറില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് മഴയുള്ള രാത്രികളിൽ ആ കാട്ടിലേക്ക് ആരും പോകാറില്ലെന്നും പലർക്കും അവിടെ അസ്വാഭാവികമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടാറുണ്ടെന്നും കേട്ടു. ആരോ പിന്നാലെ നടക്കുന്ന ശബ്ദം കേൾക്കുക, ആളില്ലാത്തടത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നുക, വഴിതെറ്റി പോകുക, ഒരേ സ്ഥലത്ത് വീണ്ടും വീണ്ടും എത്തിപ്പെടുക തുടങ്ങിയ അനുഭവങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതൊന്നും തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ലായിരുന്നു. നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചിരുന്ന കഥകൾ മാത്രമായിരുന്നു. എങ്കിലും ഞങ്ങളുടെ അനുഭവവുമായി അവയ്ക്ക് വിചിത്രമായ സാമ്യമുണ്ടായിരുന്നു. അതിനുശേഷം മാസങ്ങൾ കടന്നുപോയെങ്കിലും ഞങ്ങളുടെ ജീവിതം പഴയതുപോലെയായില്ല.
മുൻപ് എവിടെയെങ്കിലും പോകുമ്പോൾ രാത്രി യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സംഭവത്തിന് ശേഷം രാത്രി വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നാൽ എല്ലാവരുടെയും മനസ്സിൽ അറിയാതെ ഒരു ഭയം ഉയരും. വഴിയിൽ ബസ് നിർത്തിയാലും കാരണമില്ലാതെ പുറത്തിറങ്ങാൻ ആരും തയ്യാറാകില്ല. പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ ബാത്റൂമുകളിലോ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിലോ ഒറ്റയ്ക്ക് പോകുന്നത് ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. യുക്തിപരമായി ചിന്തിക്കാൻ ശ്രമിച്ചാലും ആ രാത്രിയിലെ അനുഭവം അതിനെ അനുവദിച്ചില്ല. എനിക്കിന്നും ഏറ്റവും വ്യക്തമായി ഓർമ്മയുള്ളത് ആ ബാത്റൂമിലെ ശബ്ദങ്ങളാണ്. ഞാൻ സ്വന്തം ചെവി കൊണ്ട് കേട്ട കാൽച്ചുവടുകളും ഫ്ലഷിൻ്റെ ശബ്ദവും ഇന്നും മനസ്സിൽ അതേ വ്യക്തതയോടെ നിലനിൽക്കുന്നു. അവിടെ അകത്ത് ആരുമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും അകത്ത് കയറി ഭയന്ന് ഓടി വന്നത് ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനുശേഷം അവർ കാട്ടിൽ ബോധരഹിതരായി കിടക്കുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അതെല്ലാം വെറും യാദൃശിക സംഭവങ്ങളാണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഈ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പല വഴികളിലേക്ക് പോയി. ജോലി, കുടുംബം, ഉത്തരവാദിത്തങ്ങൾ എല്ലാം വന്നു ചേർന്നു. എങ്കിലും 4 സുഹൃത്തുക്കൾ ഒരുമിച്ച് കാണുമ്പോൾ ആ രാത്രിയെക്കുറിച്ച് ആരും സ്വമേധയാ സംസാരിക്കാറില്ല. ചിലപ്പോൾ സംഭാഷണത്തിനിടയിൽ ആ യാത്രയുടെ കാര്യം മാത്രം പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ നിശബ്ദരാകും. ആരുടെയും മുഖത്ത് ചിരിയുണ്ടാകില്ല. പറയാതെ തന്നെ എല്ലാവർക്കും ഒരേ ഓർമ്മ മനസ്സിലേക്ക് വരും. ഇന്നും ഞാൻ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ആ റോഡിലൂടെ പോകേണ്ട സാഹചര്യം വന്നാൽ ആ പഴയ ഹോട്ടൽ എവിടെയെങ്കിലും കാണുമോ എന്ന് അറിയാതെ തന്നെ കണ്ണുകൾ തിരിയും. ഇതുവരെ അത് വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതിപ്പോഴും അവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒഴുക്കിൽ പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ആ സ്ഥലത്തിൻ്റെ ഓർമ്മ മാത്രം ഒരിക്കലും മാഞ്ഞിട്ടില്ല.